ആകാശവാണി. നമസ്കാരം. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പാകിസ്ഥാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയതിന് പിന്നാലെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ജാഗ്രത കർശനമാക്കി ഇന്ത്യ. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ നഗരങ്ങളും ജമ്മു, പത്താൻകോട്ട്, ഉദ്ധംപൂർ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ഇന്നലെ രാത്രി നടത്തിയ ആക്രമണ നീക്കങ്ങളാണ് ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയത്. ജമ്മു കാശ്മീരിലെ സത്വാരി, സാംബ, ആർഎസ്പുര, അർണിയ മേഖലകൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ അയച്ച 8 മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ ഇന്ത്യ നിർവീര്യമാക്കി. രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ സുശക്തമായി നിലകൊള്ളുമെന്ന് കരസേന അറിയിച്ചു. സാംബയിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും അതിർത്തി രക്ഷാസേന പരാജയപ്പെടുത്തി. നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 7 ഭീകരരെ BSF വധിച്ചു. നിയന്ത്രണ രേഖയിലെ വിവിധ ഭാഗങ്ങളിൽ പാക് സേന വെടിനിർത്തൽ ലംഘനം തുടരുകയാണ്. എന്നാൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകരുത് എന്ന നിലപാടാണ് ഇന്ത്യ തുടക്കം മുതൽ സ്വീകരിക്കുന്നത്. ജമ്മു കശ്മീരിലും പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിലും ഇന്ത്യ ജാഗ്രത കർശനമാക്കിയിരിക്കുകയാണ്. പഞ്ചാബിലെ പത്താൻകോട്ട്, ജലന്ധർ, അമൃത്സർ, ബഠിൻഡ എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ ഇന്നലെ രാത്രി നടത്തിയ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഇന്ത്യൻ സായുധ സേന പരാജയപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാനുമായി 553 കിലോമീറ്റർ ദൈർഘ്യത്തിൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമെന്ന നിലയിൽ പഞ്ചാബിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിന് പഞ്ചാബ് സർക്കാർ മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്തു. അടിയന്തര സാഹചര്യം നേരിടാൻ 6 അതിർത്തി ജില്ലകളിലേക്ക് മന്ത്രിമാരെ വിന്യസിക്കാനും തീരുമാനമായി. ചണ്ഡീഗഡിൽ പൊതുജനങ്ങൾക്കായി കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട്. പാക് ആക്രമണ ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജസ്ഥാനിലെ ബാർമർ, ജയ്സാൽമീർ, ബിക്കാനീർ, ജോധ്പൂർ, ഫലോദി, ശ്രീഗംഗാനഗർ എന്നിവിടങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. അതിർത്തി മേഖലയിലെ വിദ്യാലയങ്ങൾക്ക് രാജസ്ഥാൻ സർക്കാർ അവധി പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ കച്ച്, പത്താൻ, ബനസ്കന്ദ മേഖലകളും കർശന സുരക്ഷയിലാണ്. ലേയിലും സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് വിദ്യാലയങ്ങൾക്ക് ഇന്നും നാളെയും അവധി നൽകിയിട്ടുണ്ട്. രാജ്യത്തെ സുരക്ഷാ സ്ഥിതിഗതികളും സായുധ സേനയുടെ തയ്യാറെടുപ്പുകളും വിലയിരുത്താൻ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ, കര, നാവിക, വ്യോമസേനാ മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് BSF, CISF, സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ബ്യൂറോ മേധാവികളുമായി യോഗം ചേർന്ന് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ സുരക്ഷയും അദ്ദേഹം അവലോകനം ചെയ്തു. രാജ്യത്തെ നിലവിലെ സാഹചര്യം അവശ്യ സേവനങ്ങളെ ഒരു വിധത്തിലും ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ദേശീയതലത്തിൽ സ്വീകരിച്ചു വരുന്നതായും കേന്ദ്രം വ്യക്തമാക്കി. ആരോഗ്യ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഇന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും സൈബർ സുരക്ഷ വിലയിരുത്താൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. രാജ്യത്ത് ATMകളും ഡിജിറ്റൽ പണമിടപാട് സംവിധാനങ്ങളും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണെന്ന് പൊതുമേഖലാ ബാങ്കുകൾ വ്യക്തമാക്കി. മതിയായ ഇന്ധന ശേഖരം രാജ്യത്തുണ്ടെന്നും ഉപഭോക്താക്കൾ ഇന്ധനം നിറയ്ക്കുന്നതിന് തിരക്ക് കൂട്ടരുതെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും വ്യക്തികളും പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും സേനാ നീക്കങ്ങളുടെയും തത്സമയ റിപ്പോർട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിർദ്ദേശിച്ച് പ്രതിരോധ മന്ത്രാലയം. ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാത്ത ഇത്തരം പ്രക്ഷേപണങ്ങൾ സേനയുടെ പ്രവർത്തനങ്ങളെയും ജനങ്ങളുടെ ജീവനെയും ദോഷകരമായി ബാധിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ജാഗ്രതയോടെയും ഉത്തരവാദിത്തത്തോടെയും വേണം ഇത്തരം സാഹചര്യങ്ങളെ മാധ്യമങ്ങൾ സമീപിക്കേണ്ടതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അതിർത്തി സംസ്ഥാനങ്ങളിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെയുള്ള മലയാളികൾക്ക് സഹായവും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം സെക്രട്ടേറിയറ്റിലും നോർക്കയിലും കൺട്രോൾ റൂം തുറന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതരായിരിക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സഹായം ആവശ്യമുള്ള പക്ഷം 0471 251 7500 251-7600 എന്ന സെക്രട്ടേറിയറ്റ് നമ്പറുകളിലോ 1800-425-3939 എന്ന നോർക്കയുടെ ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടാം. ന്യൂഡൽഹിയിലെ കേരള ഹൌസിലും 011-237-4709 എന്ന നമ്പറിൽ കൺട്രോൾ റൂം പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ IPL മത്സരങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവച്ചതായി BCCI അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാലാണ് തീരുമാനം. സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി വ്യോമയാന മന്ത്രാലയം. ലുധിയാന, കിഷൻഗഡ്, ഭൂംതർ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ 24 വിമാനത്താവളങ്ങൾ മാത്രമാണ് നിലവിൽ അടച്ചിട്ടുള്ളതെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.